ദിലീപിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. ജാമ്യ ഹർജിയിൽ ഇന്ന് തന്നെ വാദം കേൾക്കണമെന്ന ദിലീപിന്റെ ആവശ്യം കോടതി പരിഗണിച്ചില്ല. കേസിൽ അടിയന്തര സാഹചര്യമില്ലെന്ന പ്രോസിക്യൂഷന്റെ വാദം കണക്കിലെടുത്താണ് കേസ് മാറ്റിവെച്ചത്. ഇതിനിടെ ദിലീപിന് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള അങ്കമാലി കോടതി വിധിയുടെ പകർപ്പ് PPTVക്ക് ലഭിച്ചു. സമാന മനസ്കർക്കുള്ള മുന്നറിയിപ്പാണ് ഉത്തരവെന്ന് വിധിന്യായത്തിൽ പറയുന്നു. കെ രാംകുമാർ മുഖേന ദിലീപ് ജാമ്യഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തത്. ഇന്ന് തന്നെ വാദം കേൾക്കണമെന്ന ആവശ്യവും ഹർജിയിൽ മുന്നോട്ട് വച്ചിരുന്നു. 2 മണിയോടെ കോടതി ഹർജി പരിഗണിച്ചു. കേസിൽ ഉടൻ വാദം കേൾക്കണമെന്ന് ദിലീപിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് കെ രാംകുമാർ ആവശ്യപ്പെട്ടു. എന്നാൽ ഉടൻ വാദം കേൾക്കേണ്ട സാഹചര്യം ഈ കേസിൽ ഇല്ലെന്നായിരുന്നു പ്രോസിക്യൂഷനു വേണ്ടി ഹാജരായ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ മഞ്ചേരി ശ്രീധരൻ നായരുടെ നിലപാട്. കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. തുടർന്നാണ് കേസ് വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയതായി ജസ്റ്റിസ് സുധീന്ദ്രകുമാർ അറിയിച്ചത്. വ്യാഴാഴ്ച ജാമ്യഹർജികൾ പരിഗണിക്കുന്ന ജസ്റ്റിസ് സുനിൽ തോമസിന്റെ ബെഞ്ച് വാദം കേൾക്കും. 1-ാം പ്രതിയായ പൾസർ സുനിയുടെ വിശ്വാസയോഗ്യമല്ലാത്ത മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിലാണ് തന്നെ അറസ്റ്റ് ചെയ്തത് എന്നായിരുന്നു ദിലീപ് ജാമ്യഹർജിയിൽ ആരോപിച്ചത്. പോലീസ് ഹാജരാക്കിയിരിക്കുന്ന തെളിവുകൾ താനുമായി ബന്ധമില്ലാത്തതാണ്. മാത്രമല്ല താൻ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്നും ദിലീപ് ജാമ്യഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അങ്കമാലി കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചത്. ദിലീപിനെതിരെയുള്ള ആരോപണങ്ങൾ ഗുരുതരമാണെന്ന് അങ്കമാലി മജിസ്ട്രേറ്റ് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ പറഞ്ഞിരുന്നു. ജാമ്യത്തിൽ വിട്ടാൽ പ്രതി തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുള്ളതായും അങ്കമാലി കോടതി വിലയിരുത്തിയിരുന്നു. ദിലീപിന് ജാമ്യം നിഷേധിച്ചത് സമാന മനസ്കർക്കുള്ള മുന്നറിയിപ്പാണെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന ദിലീപ് ഇപ്പോൾ ആലുവ സബ് ജയിലിലാണ് ഉള്ളത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളുടെ മൊഴി രേഖപ്പെടുത്തി. സ്പീക്കറുടെ ഓഫീസിന്റെ അതൃപ്തിയെ തുടർന്ന് PT തോമസ് MLA മൊഴിയെടുക്കൽ ഈ മാസം 21 മാറ്റി. അൻവർ സാദത്ത്, മുകേഷ് എന്നിവരോട് കേസിലെ പ്രതികളുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ആരാഞ്ഞത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പൾസർ സുനിയുടെ മുൻ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോ പ്രതിയായേക്കും. നടി ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് പ്രതീഷ് ചാക്കോയുടെ ഓഫീസിൽ നിന്നും മാസങ്ങൾക്ക് മുൻപ് പോലീസ് കണ്ടെടുത്തിരുന്നു. ഒളിവിൽ പോയ പ്രതീഷ് ചാക്കോയ്ക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. അതേസമയം പ്രതീഷ് ചാക്കോയുടെ ജൂനിയർ രാജു ജോസഫിൽ നിന്ന് മറ്റൊരു മെമ്മറി കാർഡ് പോലീസ് കണ്ടെടുത്തു. സഹോദരൻ അനൂപും 2 ബന്ധുക്കളും ആലുവ സബ് ജയിലിലെത്തി ദിലീപിനെ കാണുകയും ചെയ്തു. നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് ഉൾപ്പെടെയുള്ളവ അഭിഭാഷകനായ പ്രതീഷ് ചാക്കോയെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നായിരുന്നു പൾസർ സുനിയുടെ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതീഷ് ചാക്കോയുടെ ഓഫീസിൽ നടത്തിയ റെയ്ഡിൽ പൾസർ സുനിയുടെ വസ്ത്രങ്ങൾ, മെമ്മറി കാർഡ്, 2 സിം കാർഡുകൾ, മൊബൈൽ ഫോൺ എന്നിവ പോലീസ് പിടിച്ചെടുത്തിരുന്നു. മെമ്മറി കാർഡ് പിന്നീട് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. പരിശോധനയിൽ നടി ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ മെമ്മറി കാർഡിൽ ഉള്ളതായും വ്യക്തമായിരുന്നു. നഴ്സുമാരുടെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ കഴിയുന്നത്ര വേഗം നടപടികൾ സ്വീകരിക്കണമെന്ന് LDF യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 20-ന് മുഖ്യമന്ത്രി വിളിച്ചിരിക്കുന്ന യോഗത്തിൽ സമരം അവസാനിപ്പിക്കാൻ വേണ്ട തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ പറഞ്ഞു. റേഷൻ ലിസ്റ്റിൽ കടന്നുകൂടിയിരിക്കുന്ന അനർഹരെ ഒഴിവാക്കാനും അർഹരായവരെ ഉൾപ്പെടുത്താനും സർക്കാർ ശാസ്ത്രീയ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും LDF ആവശ്യപ്പെട്ടു. KSRTC ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൃത്യമായി ശമ്പളവും പെൻഷനും ലഭിക്കാൻ നടപടി കൈക്കൊള്ളാനും LDF യോഗം ശുപാർശ ചെയ്തു. ചർച്ച ചെയ്തത് നേഴ്സസ് സമരത്തെക്കുറിച്ചാണ്. ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നേഴ്സസ് സമരം പൂർണ്ണമായും അത് അവസാനിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഗവൺമെൻറ് കഴിയുന്നത്ര വേഗം കൈക്കൊള്ളണം. KSRTC പുനഃസംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ശമ്പളവും പെൻഷൻ കുടിശ്ശികയും കൊടുത്തു തീർക്കാനുള്ള നടപടി എടുക്കണം. അതിന് വളരെ വേഗത്തിലുള്ള നടപടി സ്വീകരിക്കണമെന്നും ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. എന്ത് ധരിക്കണമെന്നും എന്ത് ഭക്ഷിക്കണമെന്നും RSS തീരുമാനിക്കേണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. പൗരന്റെ മൗലികാവകാശങ്ങൾ RSS ഹനിക്കുന്നു, കുടുംബങ്ങളിൽ മനുസ്മൃതി അടിച്ചേൽപ്പിക്കുന്നു. പ്രധാനമന്ത്രി അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. മതസ്പർദ്ധയുണ്ടാക്കുന്ന പരാമർശങ്ങൾ നടത്തിയെന്ന കേസിൽ മുൻ DGP സെൻകുമാറിന് ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. ഉപാധികളോടെയാണ് ജാമ്യം. അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കോടതി നിർദ്ദേശം നൽകി. സെൻകുമാർ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ചാണ് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത്. മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ ഒരു വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തെ തുടർന്നാണ് സെൻകുമാറിനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. താൻ പറയാത്ത കാര്യങ്ങളാണ് വാരികയിൽ അച്ചടിച്ച് വന്നതെന്നാണ് സെൻകുമാറിന്റെ വാദം. തിങ്കളാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും.
സ്വാശ്രയ പ്രശ്നത്തിൽ സർക്കാർ നിലപാടിന് ഹൈക്കോടതിയുടെ അംഗീകാരം. മെഡിക്കൽ പ്രവേശനത്തിന് ഏകീകൃത ഫീസ് നിർണ്ണയിച്ചുകൊണ്ടുള്ള ഓർഡിനൻസ് റദ്ദാക്കണമെന്ന മാനേജ്മെന്റുകളുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. പുതുക്കിയ ഫീസ് ഘടന പ്രകാരം പ്രവേശന നടപടികളുമായി സർക്കാരിന് മുന്നോട്ട് പോകാമെന്ന് കോടതി വ്യക്തമാക്കി. ഏതാനും സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെന്റുകൾ സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. നിലവിലെ ഓർഡിനൻസും ഫീസ് ഘടനയും തുടരാമെന്നും കോടതി വ്യക്തമാക്കി. പുതുക്കിയ ഏകീകൃത ഫീസ് ഘടന അനുസരിച്ച് പ്രവേശന നടപടികളുമായി സർക്കാരിന് മുന്നോട്ട് പോകാം. എന്നാൽ ഫീസ് താൽക്കാലികമാണെന്ന് വിദ്യാർത്ഥികളെ അറിയിക്കണം. വിദ്യാർത്ഥികളിൽ നിന്ന് ഇത് സംബന്ധിച്ച് സത്യവാങ്മൂലം വാങ്ങണമെന്നും കോടതി നിർദ്ദേശിച്ചു. എന്നാൽ ഓർഡിനൻസ് ഇറക്കാൻ വൈകിയതിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തി. സ്വാശ്രയ MBBS BDS സീറ്റുകളിലേക്ക് ഏകീകൃത ഫീസ് നിർണ്ണയിച്ച് സർക്കാർ ഇറക്കിയ ഓർഡിനൻസ് നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു മാനേജ്മെന്റുകൾ കോടതിയെ സമീപിച്ചത്. രാജേന്ദ്രബാബു കമ്മീഷന് ഫീസ് നിർണ്ണയിക്കാൻ അധികാരമില്ലെന്നും മാനേജ്മെന്റുകൾ ചൂണ്ടിക്കാട്ടി. നിശ്ചയിച്ച ഫീസ് അപര്യാപ്തമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഓർഡിനൻസ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം മാനേജ്മെന്റുകൾ ഉന്നയിച്ചത്. എന്നാൽ ഓർഡിനൻസ് സ്റ്റേ ചെയ്യാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. അതേസമയം മാനേജ്മെന്റുകളുടെ ഹർജിയിൽ അടുത്ത മാസം വാദം കേൾക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്വാശ്രയ മെഡിക്കൽ പ്രവേശന രംഗത്ത് സർക്കാർ പാവപ്പെട്ട വിദ്യാർത്ഥികളെ വഞ്ചിച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. സർക്കാരിന്റെ സ്വാശ്രയ ഓർഡിനൻസ് അവധാനതയില്ലാതെ കൊണ്ടുവന്ന ഒന്നാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സ്വാശ്രയ ഫീസ് അംഗീകരിക്കാനാവില്ലെന്നും ചെന്നിത്തല വ്യക്തമാക്കി. സ്വാശ്രയ രംഗത്ത് വീണ്ടും സംസ്ഥാന സർക്കാർ പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും വഞ്ചിച്ചിരിക്കുകയാണ്. നക്കാപ്പിച്ച കുറച്ചുകൊണ്ട് കേരളത്തിലെ മെഡിക്കൽ ഡെന്റൽ പ്രവേശനത്തിൽ നിന്ന് പാവങ്ങളെ ഒഴിവാക്കിയ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. 2 മിനിറ്റ്സ് നൂഡിൽ പോലെയാണ് സ്വാശ്രയ ഓർഡിനൻസ് ഇറക്കിയത് എന്നുള്ള ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനം സർക്കാരിനുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ്. നഴ്സുമാർക്കായി സർക്കാർ പ്രഖ്യാപിച്ച വേതന പരിഷ്കരണം അംഗീകരിക്കുന്നതായി സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ. സമരം തുടരുന്ന നഴ്സുമാർ ഇതിൽ നിന്നും പിന്മാറണം. സമരം തുടർന്നാലും ആശുപത്രികൾ അടച്ചിടില്ലെന്നും കൊച്ചിയിൽ ചേർന്ന മാനേജ്മെന്റ് അസോസിയേഷൻ സംയുക്ത യോഗം വ്യക്തമാക്കി. അതേസമയം സമരം തുടരുന്ന ഇന്ത്യൻ നഴ്സസ് അസോസിയേഷനെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു. അടിസ്ഥാന ശമ്പളം 20,000 രൂപയാക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം നഴ്സുമാർ സമരം തുടരുന്ന സാഹചര്യത്തിലാണ് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകളുടെ സംയുക്ത സംഘടന കൊച്ചിയിൽ യോഗം ചേർന്നത്. സർക്കാർ പ്രഖ്യാപിച്ച 17,500 രൂപ എന്ന വേതന പരിഷ്കരണം അംഗീകരിക്കുന്നതായി യോഗശേഷം സംഘടനാ പ്രതിനിധികൾ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ അടിസ്ഥാന ശമ്പളം 20,000 രൂപയാക്കണമെന്ന നഴ്സുമാരുടെ ആവശ്യം അംഗീകരിക്കാനാവില്ല. മറ്റ് ജീവനക്കാരുടെ വേതന പരിഷ്കരണം സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ഈ മാസം 20-ന് IRC യോഗം വിളിച്ചിട്ടുണ്ട്. സമരം തുടരുന്നവർ ഇത് അവസാനിപ്പിച്ച് ഈ യോഗത്തിൽ പങ്കെടുക്കണമെന്നും പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഹുസൈൻ കോയ തങ്ങൾ ആവശ്യപ്പെട്ടു. BSc നഴ്സസും ANM നഴ്സസ്, അതേപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫ്, അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിലെ സ്റ്റാഫ്, പൊതുഭരണത്തിലുള്ള സ്റ്റാഫ് എല്ലാവരുടെയും വേജ് റിവിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതേപോലെ തന്നെ ഇൻക്രിമെൻറ്റ്, വെയിറ്റേജ് പോലുള്ള കാര്യങ്ങളുമൊക്കെ തീരുമാനിക്കാൻ 20-ാം തീയതി IRC വിളിച്ചിട്ടുണ്ട്. അന്ന് മാറ്റിവെച്ചിരിക്കുകയാണ്. ആ 20-ാം തീയതി IRCയിൽ എടുക്കേണ്ട തീരുമാനങ്ങളെക്കുറിച്ച് ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. സർക്കാർ നിർദ്ദേശിച്ച തരത്തിൽ ശമ്പളം വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ സമരം തുടരുമെന്ന് കരുതുന്നില്ല. സമരം തുടർന്നാലും ആശുപത്രികൾ അടച്ചിടില്ലെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ വ്യക്തമാക്കി. അതേസമയം സമരം തുടരുന്ന ഇന്ത്യൻ നഴ്സസ് അസോസിയേഷനെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു. അടുത്ത വ്യാഴാഴ്ചയാണ് INA ഭാരവാഹികളും ആശുപത്രി പ്രതിനിധികളുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തുക. ന്യൂസ് ബ്യൂറോ, കൊച്ചി. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BSP നേതാവ് മായാവതി തുടങ്ങിയവർ വോട്ട് ചെയ്തു. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നുണ്ട്. സന്തോഷ്, 14ാമത് രാഷ്ട്രപതിക്കായുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയായിരുന്നു പോളിംഗ്? വിവരങ്ങൾ എന്താണ്? മനു, 5 മണിയോടുകൂടി വോട്ടെടുപ്പ് പൂർത്തിയായി. 6:30യോടുകൂടി റിട്ടേണിംഗ് ഓഫീസർ പാർലമെന്റിൽ വെച്ച് മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ട്. നിലവിലെ വോട്ടിംഗ് പെർസെന്റേജ് അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കാം എന്നാണ് അറിയിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കണക്കനുസരിച്ച്, രാവിലെ മുതലുള്ള കണക്കനുസരിച്ച് എല്ലാ MPമാരും തന്നെ വോട്ട് ചെയ്തിരിക്കുന്നു. രാവിലെ 10 മണിക്ക് വോട്ടിംഗ് ആരംഭിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സോണിയാഗാന്ധി, സീതാറാം യെച്ചൂരി തുടങ്ങി പ്രമുഖ നേതാക്കൾ പാർലമെന്റിന്റെ 62-ാം നമ്പർ റൂമിലൊരുക്കിയ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. NDA സ്ഥാനാർത്ഥി രാംനാഥ് കോവിന്ദ് വിജയിക്കും എന്നൊരു പ്രതീക്ഷ വെങ്കയ്യ നായിഡു അതിനുശേഷം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. രാംനാഥ് കോവിന്ദിന് NDA കക്ഷികളെ കൂടാതെ AIADMK, BJD തുടങ്ങിയ പാർട്ടികളുടെ പിന്തുണ ലഭ്യമായിട്ടുണ്ട്. ഇത് വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നു. മീരാകുമാറിന് 18 രാഷ്ട്രീയ പാർട്ടികളെ കൂടാതെ ഇരുപക്ഷത്തുമില്ലാത്ത ആം ആദ്മിയുടെ
പിന്തുണയും കിട്ടിയിട്ടുണ്ട്. ഡൽഹി നിയമസഭയിൽ വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ ഇക്കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. മീര കുമാറിനാണ് പാർട്ടി വോട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് അറിയിച്ചത്. അതേസമയം TMCയിൽ പശ്ചിമബംഗാളിൽ ഒരു തർക്കം നിലനിൽക്കുന്നു. പശ്ചിമബംഗാളിലെ MP-മാര് MLA-മാരെല്ലാവരും ഇന്ന് MP-മാരടക്കം ഡൽഹിയിലല്ല വോട്ട് ചെയ്തത്. പകരം പശ്ചിമബംഗാൾ നിയമസഭയിൽ ഒരുക്കിയ പോളിംഗ് ബൂത്തിലാണ്. അതിലൊരു MLA പാർട്ടിക്ക് നിലപാടിന് വിരുദ്ധമായി NDA സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് വലിയ തർക്കത്തിനിടയാക്കി. കൂടാതെ ത്രിപുരയിലെ 6 തൃണമൂൽ കോൺഗ്രസ് MLA-മാരും BJPക്കാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ഇത് പാർട്ടിക്കുള്ളിൽ ഒരു തർക്കത്തിന് ഇടയാക്കിയിട്ടുണ്ട്. എന്തായാലും 20-ാം തീയതി വോട്ടെണ്ണൽ നടക്കും. രാവിലെ 11 മണിയോടുകൂടിയാണ് വോട്ടെണ്ണൽ. വിജയിക്കുന്ന സ്ഥാനാർത്ഥി 25-ാം തീയതി രാഷ്ട്രപതിയായി സ്ഥാനമേൽക്കും. തീർച്ചയായിട്ടും. സന്തോഷ് സർലിംഗാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പടിഞ്ഞാറത്തറ ബാണാസുര സാഗർ പദ്ധതി പ്രദേശത്തെ വെള്ളക്കെട്ടിൽ തോണി മറിഞ്ഞു. കൊട്ടത്തോണിയിൽ മീൻ പിടിക്കാനിറങ്ങിയ 7 പേരാണ് അപകടത്തിൽപ്പെട്ടത്. 3 പേർ രക്ഷപ്പെട്ടു, 4 പേരെ കാണാതായി. ഇന്നലെ രാത്രി 11 മണിയോടെ റിസർവോയറിൽ മീൻ പിടിക്കാനിറങ്ങിയ 7-അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 3 പേരെ പ്രദേശവാസികൾ രക്ഷപ്പെടുത്തി. തുഷാരഗിരി ചെമ്പുകടവ് സ്വദേശികളായ സച്ചിൻ, ബിനു, മെൽവിൻ, പ്രദേശവാസിയായ വിൽസൺ എന്നിവരെയാണ് കാണാതായത്. കാണാതായവർക്കു വേണ്ടി രക്ഷാപ്രവർത്തകരും വനംവകുപ്പും ഫയർഫോഴ്സും തിരച്ചിൽ തുടരുകയാണ്. ജില്ലാ കളക്ടർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. 2 കുട്ടത്തോണികൾ ചേർത്തുകെട്ടിയായിരുന്നു അപകടത്തിൽപ്പെട്ട സംഘം ഡാമിലേക്ക് ഇറങ്ങിയത്. കാറ്റും മഴയും കാരണം തോണികൾ മറിയുകയായിരുന്നു. പുലർച്ചെ 4 മണിയോടെയാണ് അപകട വിവരം പുറത്തറിഞ്ഞത്. പ്രദേശത്ത് മഴയും കാറ്റുമുള്ളത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, വയനാട്. ഇന്ന് കർക്കിടകം 1. ഇനിയുള്ള ഒരു മാസക്കാലം പ്രാർത്ഥനയുടെയും ആരോഗ്യ സംരക്ഷണത്തിന്റെയും നാളുകളെന്നാണ് വിശ്വാസികൾ കരുതുന്നത്. വറുതിയെ ഭയന്ന് തള്ളി നീക്കിയ നാളുകളെന്ന് പഴമക്കാർ പറയുമ്പോഴും പുതുതലമുറയ്ക്ക് കർക്കിടകമെന്നാൽ പതിവ് പോലെ കടന്നുപോകുന്ന ഒരു മാസം മാത്രമാകും. കർക്കിടകമഴ ആർത്തുലച്ചു പെയ്യുന്ന രാമായണ മാസക്കാലം. വീടുകളിൽ നിന്ന് രാമായണ ശീലുകൾ. ശ്രീരാമ രാമ രാമ സീതാഭി രാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ദുർഘടങ്ങളെ ഓർത്ത് പേടിയോടെ വീടിനുള്ളിൽ കൊടുമഴയത്ത് കഴിച്ചുകൂട്ടിയ ആ കാലമെല്ലാം വായിച്ചും കേട്ടറിവും മാത്രമാകുന്നു. പുതുതലമുറയ്ക്ക് കർക്കിടക മാസമെന്നാൽ വെറും ഒരു മഴക്കാലം മാത്രം. പഞ്ഞമാസത്തെ ഭയന്ന് പ്രാർത്ഥനയോടെ വീടുകളിൽ കഴിഞ്ഞ ദിനങ്ങൾ. പഴമക്കാർക്ക് ആ കാലത്തെക്കുറിച്ച് പറയാനും ഏറെ. 30 വെള്ളിയാഴ്ച എന്ന് പറയും. ആദ്യത്തെ വെള്ളിയാഴ്ച, കർക്കിടക മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയായിട്ട് ഭക്ഷണത്തിന് ഞങ്ങൾ കനകപ്പൊടി വെക്കുകയെന്ന് പറയും. നെല്ല് കുത്തിയിട്ട് അതിൻ്റെ തവിടും അരി എല്ലാം കൂടെ ചേർത്തിട്ട് വെച്ച് പത്തില കൊണ്ട് തോരൻ വെച്ചും കർക്കിടക കഞ്ഞി കുടിച്ചും കാലത്തിന്റെ കാട്ടിക്കൂട്ടലുകളെ പേടിയോടെ കണ്ടുനിന്ന ഒരു കർക്കിടക കാലം വിസ്മൃതിയിൽ മാത്രമാകുന്നു. മഴ പോലും മടിച്ചു നിൽക്കുന്ന ഒരു കാലത്ത് കർക്കിടകം എങ്ങനെ പെയ്യുമെന്നാണ് ഇനി കാതോർക്കേണ്ടത്. രാമായണ മാസം എന്നത് വിശ്വാസികൾക്ക് പ്രാർത്ഥനയുടെയും ഒപ്പം വറുതിയുടെയും മാസം കൂടിയാണ്. കർക്കിടക മാസത്തിലെ ദുർഘടങ്ങളെ മറികടക്കാൻ പ്രാർത്ഥനയോടെ കേട്ടിരുന്ന ഒരു മാസം എന്നത് പുതുതലമുറയ്ക്ക് വെറും കഥകളിൽ മാത്രം ആവുകയാണ്. ക്യാമറാമാൻ ജിവേഷിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്. നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ഡി സിനിമാസ്, ചാലക്കുടിയിലെ ഡി സിനിമാസിന് പ്രവർത്തനാനുമതി നൽകിയ വിഷയത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ. ചാലക്കുടി നഗരസഭാ കൗൺസിലാണ് ശുപാർശ നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായിട്ട് ദിൽജിത്ത് ചേരുന്നുണ്ട്. ദിൽജിത്ത്, ഈ വിഷയത്തിൽ പുറമ്പോക്ക് ഭൂമി അടക്കം കയ്യേറിയാണ് ഡി സിനിമാസ് നിർമ്മിച്ചിരിക്കുന്നത് എന്നടക്കം ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിലൊക്കെയാണോ ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് നഗരസഭാ കൗൺസിൽ ശുപാർശ ചെയ്തിരിക്കുന്നത്? തീർച്ചയായും മനു, കയ്യേറ്റ ഭൂമിയിലാണ് ഡി സിനിമാസിന്റെ കെട്ടിട സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് എന്ന് കണക്കിലെടുത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ദിലീപിനെതിരെ പരാതികൾ ഉണ്ടാവുകയും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ദിലീപിന്റെ സിനിമാ സമുച്ചയത്തിന് 2014 പ്രവർത്തന അനുമതി നൽകിയത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന നിലവിൽ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിലുള്ള ചാലക്കുടി നഗരസഭാ കൗൺസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2014 UDF കൗൺസിലാണ് ഇത്തരത്തിൽ കയ്യേറ്റ ഭൂമിയിൽ നിർമ്മിച്ച ദിലീപിന്റെ സിനിമാ സമുച്ചയത്തിന് അനുമതി നൽകിയത്, പ്രവർത്തനാനുമതി നൽകിയിട്ടുള്ളത്. അതോടൊപ്പം മുൻപ് 2 തവണ ഈ ഇത്തരത്തിൽ കയ്യേറ്റ ഭൂമിയിൽ ആണ് കെട്ടിടം നിർമ്മിച്ചത് എന്ന ആരോപണത്തിൽ 2 വട്ടം അന്വേഷണം നടന്നിരുന്നു. ആദ്യ അന്വേഷണത്തിൽ ദിലീപിന് അനുകൂലമായും രണ്ടാമത്തേതിൽ പ്രതികൂലമായും റിപ്പോർട്ട് വന്നിരുന്നു. എന്നാൽ ഈ ഒരു റിപ്പോർട്ടിന്മേൽ യാതൊരു നടപടിയും
ഉണ്ടാവാത്ത ഒരു സാഹചര്യമാണ് നിലനിന്നിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് രണ്ടാമതൊരു പരാതി ഉയർന്നു വരികയും വീണ്ടും അന്വേഷണത്തിന്, അതും പ്രത്യേകിച്ച് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കൂടി അന്വേഷണം നടത്താനുള്ള ഒരു ഉത്തരവ് ഉണ്ടായത്. തുടർന്ന് അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് റവന്യൂ വകുപ്പിന്റെ തീരുമാനം. ദിലീപിന്റെ അറസ്റ്റോടെ ആരോപണങ്ങൾ വീണ്ടും ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ തിയേറ്റർ സമുച്ചയത്തിൽ ആദ്യഘട്ടത്തിൽ കലാഭവൻ മണിയുമായി ചേർന്നാണ് തിയേറ്റർ സംരംഭം തുടക്കമിട്ടിരുന്നെങ്കിലും പിന്നീട് മണിയെ ഇതിൽ നിന്ന് ഒഴിവാക്കിയെന്നൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. കലാഭവനുടെ മരണവുമായി ദിലീപിന് ബന്ധമുണ്ടോ എന്ന കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സഹോദരൻ RLV രാമകൃഷ്ണൻ CBIയോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ പുതിയൊരു അന്വേഷണം നടക്കുന്നത്. തിയേറ്റർ സമുച്ചയം നിർമ്മിച്ചത് സർക്കാർ ഭൂമിയിലാണെന്ന് ആലുവ തോട്ടക്കാട്ടുകര സ്വദേശിയാണ് ആദ്യം പരാതി നൽകിയത്. ഇയാളുടെ പരാതിയിലാണ് 2014-ലും 2015-ലും അന്വേഷണം നടന്നത്. 35 സെന്റ് സർക്കാർ ഭൂമി കയ്യേറിയിട്ടുണ്ടെന്നും എന്നാൽ ഇത് രജിസ്ട്രേഷൻ നടത്തുന്നതിന് മുമ്പ് തന്നെ കൈമാറ്റം നടന്ന് രജിസ്ട്രേഷൻ നടത്താത്തതിനാൽ വാങ്ങിയ വ്യക്തി കുറ്റക്കാരനല്ല എന്ന റിപ്പോർട്ടറായിരുന്നു രണ്ടാമത്തെ അന്വേഷണത്തിൽ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭൂമി വാങ്ങിയ ദിലീപിനെതിരെ യാതൊരു നടപടിയും ഉണ്ടാവാത്ത ഒരവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ മൂന്നാമത്തെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇപ്പോൾ ചാലക്കുടി നഗരസഭ തന്നെ ഈ തിയേറ്ററിന് പ്രവർത്തന അനുമതി നൽകിയത് സംബന്ധിച്ച അന്വേഷണം നടത്താൻ വിജിലൻസിനോട് ശുപാർശ ചെയ്യുന്ന ഒരു ഘട്ടവും എത്തിയിരിക്കുന്നത്. ദിൽജിത്ത്, ഈ വിഷയത്തിൽ 2014-ൽ ഈ തിയേറ്റർ സമുച്ചയം പണിഞ്ഞ സമയത്ത് തന്നെ ഒരുപാട് ആരോപണങ്ങൾ വന്നിരുന്നു. അന്ന് ആദ്യം ജില്ലാ കളക്ടർ ഈ വിഷയത്തിൽ അന്വേഷിച്ചു, ദിലീപിന് അനുകൂലമായ റിപ്പോർട്ട് നൽകി. പിന്നീട് വീണ്ടും പരാതി ചെന്നപ്പോൾ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം വന്നപ്പോൾ ദിലീപിന് പ്രതികൂലമായിട്ടായിരുന്നു റിപ്പോർട്ട്. പക്ഷെ അതൊന്നും പിന്നീട് വെളിച്ചം കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. എന്തുകൊണ്ട് അന്ന് അങ്ങനെ സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കൂടി ഈ അന്വേഷണം പോകണമെന്നാണോ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്? തീർച്ചയായും ആ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു കയ്യേറ്റ ഭൂമിയിലാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളതെങ്കിൽ ആ സമയത്ത് അനുമതി നൽകുന്ന നഗരസഭ ഇത് സംബന്ധിച്ച ഒരു വ്യക്തമായ അന്വേഷണം നടത്തി ബോധ്യപ്പെട്ടിട്ട് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ നഗരസഭയിൽ നിന്ന് ഒരു വഴിവിട്ട സഹായം ദിലീപിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് പ്രവർത്തന അനുമതി, ഇത്തരത്തിൽ കയ്യേറ്റ ഭൂമിയിൽ നിർമ്മിച്ച ഒരു കെട്ടിടത്തിന് പ്രവർത്തന അനുമതി നൽകുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ദിലീപിനെ സഹായിച്ച ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകളിലേക്ക് അന്വേഷണം നീങ്ങുന്നതിനുള്ള ഒരു ശുപാർശയാണ് ഇന്ന് ചേരുന്ന നഗരസഭാ കൗൺസിലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് വഴിവിട്ട സഹായങ്ങൾ നൽകിയ ഉദ്യോഗസ്ഥരിലേക്കും ഈ കുറി അന്വേഷണം നീങ്ങുമെന്ന കാര്യമാണ് വ്യക്തമാകുന്നത്. ശരി, ദിൽജിത്താണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഡി സിനിമാസിന് പ്രവർത്തനാനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ചാലക്കുടി നഗരസഭാ കൗൺസിൽ ശുപാർശ നൽകിയിരിക്കുന്നു. 2014-ലാണ് ഡി സിനിമാസിന് പ്രവർത്തനാനുമതി നൽകിയത്. ദിൽജിത്താണ് ഇതിന്റെ വിവരങ്ങൾ നൽകിയത്. അതേസമയം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളുടെ മൊഴി രേഖപ്പെടുത്തി. സ്പീക്കറുടെ ഓഫീസിന്റെ അതൃപ്തിയെ തുടർന്ന് PT തോമസ് MLAയുടെ മൊഴിയെടുക്കൽ ഈ മാസം 21-ലേക്ക് മാറ്റി. അൻവർ സാദത്ത്, മുകേഷ് എന്നിവരോട് കേസിലെ പ്രതികളുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ചോദിച്ചത്. നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ MLAമാരായ PT തോമസ്, അൻവർ സാദത്ത്, മുകേഷ് എന്നിവരുടെ മൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചത്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴായിരുന്നു മൊഴി രേഖപ്പെടുത്തിയത്. രാവിലെ അൻവർ സാദത്തിന്റെയും മുകേഷിന്റെയും മൊഴി രേഖപ്പെടുത്തിയെങ്കിലും ഉച്ചയ്ക്ക് ശേഷം PT തോമസിന്റെ മൊഴി രേഖപ്പെടുത്താനായില്ല. സ്പീക്കറുടെ അനുമതിയില്ലാതെ MLA ഹോസ്റ്റലിൽ പ്രവേശിച്ച് മൊഴി രേഖപ്പെടുത്തിയ നടപടി സ്പീക്കറുടെ ഓഫീസ് തടഞ്ഞു. രാവിലെ 10 മണിയോടെയായിരുന്നു അൻവർ സാദത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. ദിലീപുമായും പൾസർ സുനിയുമായുള്ള ബന്ധത്തെക്കുറിച്ചായിരുന്നു പ്രധാന ചോദ്യങ്ങൾ. വിദേശയാത്ര സംബന്ധിച്ചും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുമുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി മൊഴിയായി രേഖപ്പെടുത്തി. ഒന്ന്, ഞാൻ ദിലീപുമായിട്ട് എന്താണ് എൻ്റെ ബന്ധം? അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വളരെ വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ് എന്നുള്ള രീതിയിലും അന്ന് പത്രമാധ്യമങ്ങളുടെ തന്നെ പറഞ്ഞ് ആ രീതിയിൽ തന്നെ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ദിലീപിനെ ഫോൺ ചെയ്യാനുണ്ടായ സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളെല്ലാം പറഞ്ഞു. ഇന്ന രീതിയിലാണ് ഫോൺ ചെയ്തു. പലതവണ ഈ സംഭവം നടങ്ങിയ പിറ്റേ ദിവസം മുതലുള്ള ഫോൺ ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ ദിലീപിനെ വീട്ടിൽ പോയി കണ്ട കാര്യങ്ങൾ ആദ്യ പ്രാവശ്യം പോയി കണ്ടു. പിന്നീടും കണ്ട കാര്യം എല്ലാം കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടെ ഉണ്ടായ സംസാരങ്ങളും എല്ലാം പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ പൾസർ സുനിയായിട്ട് പരിചയമുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് യാതൊരു ബന്ധവും അറിയപ്പോലത്തെ ആളാ എന്ന് അത് സംസാരിച്ചു. 11:45 മുകേഷിന്റെ മൊഴി രേഖപ്പെടുത്തൽ ആരംഭിച്ചത്. മുകേഷിനൊപ്പം പൾസർ സുനി ഡ്രൈവറായി ജോലി നോക്കിയതും പുറത്താക്കാനുമുള്ള കാരണങ്ങളാണ് പ്രധാന മൊഴിയായി രേഖപ്പെടുത്തിയത്. സ്പീക്കറുടെ അനുമതിയോടെയോ പുറത്തുള്ള ഏതെങ്കിലും കേന്ദ്രത്തിൽ വെച്ചോ ഈ മാസം 21-ന് PT തോമസിന്റെ മൊഴി രേഖപ്പെടുത്താനും അന്വേഷണ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
തമിഴ് മാധ്യമങ്ങൾക്കെതിരെ സംസ്ഥാന വനിതാ കമ്മീഷൻ. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിയതിനെതിരെയാണ് വിമർശനം. നടിയുടെ പേരും ചിത്രവും നൽകുന്നതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വനിതാ കമ്മീഷൻ കത്തയച്ചു. തമിഴ്നാട് വനിതാ കമ്മീഷനും PRD ഡയറക്ടർക്കുമാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ കത്തയച്ചത്. നിയമലംഘനം നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ചെയർപേഴ്സൺ MC ജോസഫൈൻ കത്തിൽ ആവശ്യപ്പെട്ടു. ഇടുക്കിയിൽ വീണ്ടും കഞ്ചാവ് വേട്ട. കൊച്ചിയിലേക്ക് കടത്താൻ ശ്രമിച്ച കഞ്ചാവുമായി 2 യുവാക്കൾ പിടിയിൽ. രാജാക്കാട് പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. രാജാക്കാട് കലിംഗി സിറ്റിക്ക് സമീപത്തു നിന്നുമാണ് കഞ്ചാവുമായി യുവാക്കൾ പിടിയിലായത്. പൂപ്പാറയിൽ നിന്ന് കോതമംഗലത്തേക്ക് പോകുന്ന KSRTC ബസ്സിൽ ഒളിപ്പിച്ച് കടത്തുന്നതിനിടെ പിടിക്കപ്പെടുകയായിരുന്നു. 6.5 കിലോ കഞ്ചാവ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. രഹസ്യവിവരത്തെ തുടർന്ന് രാജാക്കാട് സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത്. പൂപ്പാറ സ്വദേശി സുഭാഷ്, തമിഴ്നാട് തേനി ജില്ലയിലെ ബോഡി നായ്ക്കന്നൂർ സ്വദേശി ബാബു എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്നവർക്കായി അന്വേഷണം നടന്നുവരികയാണ്. തമിഴ്നാട്ടിൽ നിന്ന് ഇടുക്കി വഴി കൊച്ചിയിലേക്ക് കഞ്ചാവ് കടത്തുന്നത് വ്യാപകമാവുന്ന സാഹചര്യത്തിൽ പരിശോധന ശക്തമാക്കാനാണ് പോലീസിന്റെയും എക്സൈസിന്റെയും തീരുമാനം. കഴിഞ്ഞ ദിവസം കൊച്ചിയിലേക്ക് കടത്താനുള്ള ശ്രമത്തിനിടെ അടിമാലിയിൽ വെച്ച് 10 കിലോഗ്രാം കഞ്ചാവുമായി 2 യുവാക്കൾ പിടിയിലായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. 2 ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതിനായി നിർമ്മാണം തുടങ്ങിവെച്ച തൂക്കുപാലം പാതി വഴിയിൽ നിലച്ചു. കാസർഗോഡ് കൗവായിപ്പുഴയിൽ പടന്ന വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തെക്കേക്കാട് തൂക്കുപാലം നിർമ്മാണമാണ് വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്നത്. യാത്രാ ദുരിതം പരിഹരിക്കാൻ തൂക്കുപാലമോ റോഡ് പാലമോ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പടന്ന വലിയ പറമ്പ് പഞ്ചായത്തുകൾക്ക് അതിരിടുന്ന കവായിപ്പുഴയിൽ തെക്കേക്കാട് കടവിൽ 400 മീറ്റർ ദൈർഘ്യത്തിൽ ലക്ഷ്യമിട്ടിരുന്ന തൂക്കുപാല നിർമ്മാണം പാതിവഴിയിൽ നിലച്ചപ്പോൾ ഇവിടുത്തെ തുരുത്തുകളിൽ ഒറ്റപ്പെട്ടുപോയ ജനജീവിതം കൂടുതൽ ദുരിതത്തിലായി. തെക്കേക്കാട് പ്രദേശത്തെ ജനങ്ങൾക്ക് ഇപ്പോൾ മറുകരയിലെത്താൻ 6 കിലോമീറ്റർ സഞ്ചരിച്ച് ഓരിക്കടവിലോ അല്ലെങ്കിൽ 8 കിലോമീറ്റർ സഞ്ചരിച്ച് ഇടയിലക്കാട്ടോ പോകണം. എന്നാൽ തൂക്കുപാലം യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ എളുപ്പത്തിൽ തെക്കേക്കാട് എത്താൻ സാധിക്കുമായിരുന്നു. 2,80,00,000 രൂപ ചെലവ് പ്രതീക്ഷിച്ചിരുന്ന തൂക്കുപാലത്തിന്റെ നിർമ്മാണം പാതിവഴിയിലാണ് നിർത്തിവെച്ചത്. സമാന രീതിയിൽ നിർമ്മിച്ച മാടക്കാൽ തൂക്കുപാലം തകർന്നതിനെ തുടർന്നാണ് നിർമ്മാണം ഉപേക്ഷിച്ചത്. ഇത് നാട്ടുകാരുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി. ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് പടന്നക്കടപ്പുറം, അതുപോലെ ബീച്ചാര കടപ്പുറം, വലിയ പറമ്പിന്റെ കുറച്ച് ഭാഗങ്ങൾ ഉള്ള, അതായത് വലിയ പറമ്പിൽ പഞ്ചായത്തിനെ സംബന്ധിച്ചത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം പടന്നക്കടപ്പുറം തന്നെയാണ്. അപ്പോൾ ആ പ്രദേശത്തുള്ളവർക്ക് എളുപ്പമാർഗത്തിലൂടെ മറ്റു സ്ഥലങ്ങളായി ബന്ധപ്പെടാൻ വേണ്ടി അനുയോജ്യമായ ഈ ഒരു പാലത്തിലൂടെ തന്നെയാണ് തൂക്കുപാലം ഒന്നെങ്കിൽ പുനർനിർമ്മിച്ചുകൊണ്ട് യാത്രാക്ലേശം പരിഹരിക്കാൻ, അല്ലെങ്കിൽ ഇത് പാടെ തകർത്തുകൊണ്ട് ഒരു റോഡ് പാലം കൂടി അനുവദിച്ചു കഴിഞ്ഞാൽ തീരദേശ മേഖലയിലെ യാത്രാക്ലേശം പരിഹരിക്കാൻ വേണ്ടി ഏകദേശം കഴിയുന്നു. പടന്ന കടപ്പുറത്തെ ജനങ്ങൾക്കും ഫിഷറീസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും ഏറെ ഉപകാരപ്രദമാകുമായിരുന്നു ഈ തൂക്കുപാലം. ഇപ്പോൾ ഇവർ തോണികളെയാണ് ആശ്രയിക്കുന്നത്. തൂക്കുപാല നിർമ്മാണം ഉപേക്ഷിച്ചതിനാൽ തെക്കേക്കാട് കടവിൽ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയരുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.